ഈ ആഴ്ച ആലത്തൂരിൽ നിന്നും ശകുന്തളയാണ് നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. മകൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണ് പ്രധാനമായും അറിയേണ്ടത്. ഇപ്പോൾ പഠനത്തിൽ വളരെ പുറകിലാണ് മകൻ. ജാതകപ്രകാരം അവന് വിദ്യായോഗമുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം, ഒപ്പം തന്നെ പ്രതിവിധിയും പറയണം എന്നുള്ളതാണ് ശകുന്തള ആവശ്യപ്പെട്ടിരിക്കുന്നത്. മകൻ്റെ നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം രമേഷിന് 15 വയസ്സ് കഴിഞ്ഞു. ജാതകപ്രകാരം 16.5 വയസ്സ് വരെ ബാലാരിഷ്ടപ്രദമായിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദശാനാഥനായിരിക്കുന്ന രാഹു ഗുണം ചെയ്യുന്ന സമയമാണെങ്കിൽ കൂടി അവസാനത്തിനോടുകൂടി അടുത്ത് നിൽക്കുന്ന സമയമാണ്. കാരണം 16.5 വയസ്സോട് കൂടിയിട്ട് രാഹുദശാകാലം കഴിയുന്ന സമയമാണ്. രാഹുദശയുടെ അന്ത്യസമയം വളരെയധികം മോശം ചെയ്യുന്ന സമയമാണ്. ഒപ്പം തന്നെ ജാതകപ്രകാരം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുവിൻ്റെ ദശാകാലം വളരെയധികം ദോഷം ചെയ്യുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സമയത്തിൽ ഒരുപാട് മനോവിഷമങ്ങൾക്ക് ഇടയാക്കും. മാത്രമല്ല 2011 നവംബർ മാസം വരെയുള്ളതായിരിക്കുന്ന സമയം അഷ്ടമശനി എന്നുള്ളതായിരിക്കുന്ന ഗ്രഹപ്പഴ കൂടി കഴിയുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഷ്ടമശനി കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ പുരോഗതി പൂർണ്ണമായും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല 16.5 വയസ്സിന് ശേഷം വരുന്നതായിരിക്കുന്ന സമയം 16 വർഷത്തോളമുള്ളതായിരിക്കുന്ന സമയം വ്യാഴൻ്റെ ദശാകാലമാണ്. ജാതകത്തിൽ നല്ല രാശി നിൽക്കുന്നതായിരിക്കുന്ന ഈ വ്യാഴൻ്റെ ദശാകാലത്തിൽ എല്ലാവിധ ഗുണാനുഭവങ്ങളും വന്നു ചേരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. നല്ല വിദ്യാപുരോഗതിയും തൊഴിൽപരമായിരിക്കുന്ന അഭിവൃദ്ധിയും കുടുംബ ജീവിത വിജയവും എല്ലാം തന്നെ നല്ല പോലെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വരുന്നത്. എന്നാൽ കൂടിയിട്ട് ഈ സമയം ഇനിയുള്ള 1.5 വർഷത്തോളമുള്ളതായിരിക്കുന്ന സമയം ജാതകപ്രകാരം വളരെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. രാഹുവിൻ്റെ ദശാകാലം ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിന് തന്നെ സാരമായി ബാധിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാമൗഢ്യവും നല്ല പോലെയായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നീങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ വിദ്യയ്ക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ ഈ സമയത്തിൽ വന്നു ചേരാം. ആയതിനാൽ തന്നെ നല്ല മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള പിന്തുണ രമേഷിന് തീർച്ചയായും വേണ്ടതായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ശാസ്ത്രീയപരമായുള്ള പ്രതിവിധികളായ രാഹുവിൻ്റെ പ്രീതിക്കായിട്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി സർപ്പത്തിങ്കൽ വിദ്യാമണമുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ നടത്തിക്കുന്നതും ഒപ്പം തന്നെ നവഗ്രഹ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ആദിത്യ പ്രീതി നടത്തുന്നതും വളരെയധികം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇടയാക്കും. ഒപ്പം തന്നെ സാരസ്വത ഘൃതമോ സാരസ്വത അരിഷ്ടമോ മറ്റോ 41 ദിവസത്തോളം സേവിക്കുന്നതും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അതിനോടൊപ്പം തന്നെയായിട്ട് സാരസ്വത യന്ത്രമോ വിദ്യാരാജഗോപാല യന്ത്രമോ ദേഹരക്ഷ ധരിക്കുന്നതും ബുദ്ധിവികാസത്തിന് വളരെയധികം ഗുണം ചെയ്യും. സൽചിന്തകൾ പരമാവധി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സാത്വികമായിരിക്കുന്ന ആഹാരശീലവും പ്രത്യേകമായി പാലിക്കേണ്ടതാണ്. ഒപ്പം തന്നെ അസുരൻ്റെ ദശാകാലമായതിനാൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നേക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനാൽ തന്നെ അനാവശ്യമായ ഉപദേശങ്ങളും മറ്റും കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള നിർബന്ധങ്ങളും മാക്സിമം മാതാപിതാക്കൾ ഈ സമയത്തിൽ വർജിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അമിതമായിട്ട് ഒരുപാട് നിർബന്ധിക്കാനും പാടില്ല. ജാതകപ്രകാരം ദോഷത്തിലായിരിക്കുന്നതുകൊണ്ട് നല്ല പോലെ രമേഷിനോട് പെരുമാറുവാൻ വേണ്ടിയിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്.